നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആ റിപ്പോർട്ടിൽ മാത്രമാണ് വേട്ടക്കാരുടെ പേരുകൾ പരാമർശിക്കാത്തത്. എന്നാൽ അതിന് പിന്നാലെ തന്നെ പല പ്രമുഖരുടെയും സമൂഹത്തിൽ ഇന്ന് ഉന്നത നിലയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന പല പ്രമുഖരുടെയും മുഖംമൂടികൾ ഓരോന്നോരോന്നായി അഴിഞ്ഞു വീഴുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിടേണ്ടി വന്ന മറ്റൊരു നടനും MLAയുമായ മുകേഷ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതിലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഓരോ ദിവസവും കഴിയും തോറും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകളുടെ വലിയൊരു കെട്ടാണ് ഇപ്പോൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. 10 വർഷത്തിലേറെയായി സിനിമാ മോഹവുമായി എത്തിയെങ്കിലും മനം മടുത്തുപോയ ജൂനിയർ ആർട്ടിസ്റ്റാണ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത്. നടൻ മുകേഷിനെതിരെയും അതുപോലെ കാസ്റ്റിംഗ് ഡയറക്ടറായ വിച്ചുവിനെതിരെയും കാസ്റ്റിംഗ് കൗച്ചിന് വഴങ്ങണമെന്ന് ആവശ്യപ്പെട്ടെന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യ ഇപ്പോൾ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. വഴങ്ങാത്തതിന്റെ പേരിൽ തുടർച്ചയായി അവസരങ്ങൾ നിഷേധിച്ചുവെന്നും അവർ എടുത്തു പറഞ്ഞു. തെറ്റായ വഴിയിലൂടെ അവസരം വേണ്ടെന്ന് വെച്ചാണ് പിന്നീട് ആരെയും ബന്ധപ്പെടാതിരുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അമ്മയോട് നടൻ മുകേഷ് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണം സന്ധ്യ ഉന്നയിക്കുന്നുണ്ട്. വീട്ടിൽ കയറിയാണ് ഇത്തരത്തിൽ മുകേഷ് അതിക്രമത്തിന് മുതിർന്നിരിക്കുന്നത്. പിന്നീട് കൈകാര്യം ചെയ്തു വിട്ടതായി സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സുഹൃത്ത് പറഞ്ഞുവെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. മുകേഷ് എന്റെ സുഹൃത്തിന്റെ മേൽവിലാസം കണ്ടുപിടിച്ച് അവരുടെ വീട്ടിലെത്തി. സുഹൃത്തിന്റെ അമ്മ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സുഹൃത്ത് പുറത്തായിരുന്നു. മുകേഷ് ആ അമ്മയോടും വളരെ മോശമായി പെരുമാറിയെന്നാണ് സന്ധ്യ പറഞ്ഞിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അതായത് ഒരു വീട്ടിൽ കയറി വന്നിട്ടാണ് ഇത്തരത്തിൽ ഒരു അമ്മയോട് അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് വളരെ മോശമായി നമ്മൾ ഈ കാണുന്ന പ്രമുഖൻ വളരെ മോശമായി പെരുമാറിയിരിക്കുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചുവിനെതിരെയും സന്ധ്യ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. വഴങ്ങിയാൽ മാത്രമേ സിനിമയിൽ അവസരം നൽകൂവെന്നും ഇല്ലെങ്കിൽ ജോലിയില്ലാതെ വീട്ടിലിരിക്കാൻ പറഞ്ഞുവെന്നാണ് സന്ധ്യ ആരോപിച്ചിരിക്കുന്നത്. അവസരം ചോദിച്ച് സിനിമാ മേഖലയിലുള്ളവരെ വിളിക്കുമ്പോൾ അവർ കഥാപാത്രത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്. വിവാഹിതയാണോ, അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്നാണ് അവർക്ക് അറിയേണ്ടത്. വിവാഹിതയല്ലെന്ന് പറയുമ്പോൾ അല്പം വസ്ത്രം ധരിച്ച് വേഷം ചെയ്യുമോ എന്ന് ചോദിക്കും. ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ സിനിമയിൽ അവസരം നൽകില്ല. വഴങ്ങില്ലെന്ന് അറിയിച്ചതിന് പിന്നാലെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ എന്നും നിങ്ങൾക്ക് അഭിനയ മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കില്ലെന്നും വിച്ചു പറഞ്ഞുവെന്നും സന്ധ്യ ആരോപിക്കുന്നു. നേരത്തെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നെങ്കിലും ആരും ഇത് വിശ്വസിക്കില്ലായിരുന്നു. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഇപ്പോൾ ധൈര്യം വന്നുവെന്നാണ് ഈ ഒരു ആരോപണങ്ങൾ ഉയർത്തിയിട്ടുള്ള സന്ധ്യ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അഭിനയ മോഹം കൊണ്ടാണ് സിനിമയിലെത്തിയത്. ഞാൻ ആകെ ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അമല എന്ന ചിത്രത്തിൽ. അവസരം ലഭിക്കണമെങ്കിൽ വഴങ്ങണമെന്നാണ് പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞത്. എനിക്ക് ഇങ്ങനെ അവസരം വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ജോലിയില്ലാതെ വീട്ടിലിരുന്നോളൂ എന്നാണ് പറഞ്ഞത്. സിനിമ മാത്രമാണ് തന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞതോടെ അവസരങ്ങൾ ഇല്ലാതായെന്നും സന്ധ്യ വ്യക്തമാക്കി. ഏതായാലും അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി എന്തായിരിക്കും ഇതിലൊക്കെയുള്ള തുടർ നടപടികൾ എന്നുള്ളതാണ് അറിയാനുള്ളത്. കാരണം മുകേഷ് എന്ന് പറയുന്നത് നടൻ മാത്രമല്ല, MLA കൂടിയാണ്, ഒരു ജനപ്രതിനിധി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ തന്നെ ഇവർക്കൊക്കെ എതിരെ എടുക്കണമെന്ന് തന്നെയാണ് ഒറ്റക്കെട്ടായി ജനങ്ങൾക്ക് പറയാനുള്ളത്.